അതൊരു പ്രോബ്ലം ആവില്ല. അതിൻ്റെ സിംറ്റം, അതിൻ്റെ എന്തെങ്കിലും സൂചന കണ്ടിട്ട് അതങ്ങ് നികത്തും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പൊങ്ങി വരും. നമുക്ക് മുന്നിൽ കാണുന്നൊരു സിംറ്റമാണ് സെയിൽ കുറഞ്ഞു എന്നുള്ളത്. ചിലപ്പോൾ അതിൻ്റെ റീസൺ മേ ബി. അപ്പോൾ നമുക്ക് ഇന്ന് സ്ട്രാറ്റജിയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, മിക്കവരും ബിസിനസ്സിൽ പറഞ്ഞോ സെയിലൊരു മരവിപ്പാട്, സെയിൽ നടക്കണില്ല, അല്ലെ സ്റ്റാഫ് കൊഴിഞ്ഞു പോകണു, ഇതൊക്കെ പൊതുവെ പറയുന്ന പല കാരണങ്ങൾ. അത് ചെയ്യണതിനൊരു മെത്തേഡ് ഉണ്ട്. അതിന് പറയുന്ന പേര് PDCA എന്നാണ്. PDCA സൈക്കിൾ എന്ന് പറയും. പ്ലാൻ എല്ലാം കഴിഞ്ഞു, ഇന്റീരിയർ ചെയ്ത് എല്ലാ പരിപാടിയും ചെയ്ത് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇനി കസ്റ്റമർ എങ്ങനെ വരും. ശരിക്കും ഒരു ബിസിനസിന്റെ കോറായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലേ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിന് സൊല്യൂഷൻ മേക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മുടെ പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ പോഡ്കാസ്റ്റിംഗ് ചാനലിൽ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി ചെറിയ ചെറിയ ടിപ്പൊക്കെ പറയാനായിട്ട് നമ്മുടെ രഞ്ജിത്ത് രാജ് എല്ലാ ആഴ്ചയും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകാറുണ്ട്. പുള്ളി പറഞ്ഞു തന്നെ ഓരോ ടിപ്സുകളും നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ലുലു ചെന്നപ്പോൾ ഒരാൾ ലുലു നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ച് ടിപ്പ് പറയുന്ന പരിപാടി കൊള്ളാൻ കേട്ടോ. അപ്പം നമ്മൾ ഒരു പ്ലേലിസ്റ്റ് അല്ല, ഒരുപാട് പ്ലേലിസ്റ്റ് ഉണ്ട്, അതെല്ലാം കാണണം. ഇതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്ട്രാറ്റജിയെ കുറിച്ച് സംസാരിക്കാം. എല്ലാത്തിനും സ്ട്രാറ്റജിയാണ്. ഇപ്പം നിങ്ങൾ പറയും സ്ട്രാറ്റജി, ഞാൻ പറയും ഇതിന് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഒരു സ്ട്രാറ്റജി? ശരി, നല്ല ക്വസ്റ്റ്യൻ അല്ലേ? കറക്റ്റ്. അതെ, എപ്പോഴും സ്ഥിരമായിട്ട് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ട്രാറ്റജി. അതെ, നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് സ്ട്രാറ്റജികൾ പറയണു, നിങ്ങൾ ഡിജിറ്റൽ അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യണ സ്ട്രാറ്റജികൾ പറയണു, അല്ലെ? പലരും സ്ട്രാറ്റജിയെ പറ്റി സംസാരിക്കും. ശരിക്കും ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിലേ, ശരിക്കും ഒരു ബിസിനസിന്റെ കോറായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലേ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും അതിന് സൊല്യൂഷൻ മേക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടുണ്ട് സ്ട്രാറ്റജിക്ക്, 2 ഭാഗങ്ങൾ. ഫൈൻഡിങ് ദ കോർ ഓഫ് ദ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം. ഇപ്പോൾ ഏത് ബിസിനസ്സിൻ്റെ അകത്തും പല സംരംഭകരെയും അവരുദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കാൻ തടസ്സപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ആ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ഒരു കോർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റൂട്ട് കോസ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ്. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യുക, ഏറ്റവും മികച്ച രൂപത്തിൽ സോൾവ് ചെയ്യുക, അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അല്ല, പക്ഷെ ഇതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പലപ്പോഴും ഇപ്പം നമുക്കൊരു പനി വന്നു, നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. നോർമലി നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാരസെറ്റമോൾ കഴിക്കും, ചിലപ്പോൾ അത് മാറും. പക്ഷെ ഇത് പിന്നെയും മാറിയില്ലെങ്കിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷന് പോകണത്. ശരിയല്ല? ഇതുപോലെ തന്നെ ഈ സംരംഭകർ പലപ്പോഴും പ്രോബ്ലം എന്ന് ബിസിനസ്സിൽ പറയണത് പലതും ശരിക്കും സിംറ്റംസ് ആയിരിക്കും. അതൊരു പ്രോബ്ലം ആവില്ല. അതിന്റെ സിംറ്റം, അതിന്റെ എന്തെങ്കിലും സൂചന കണ്ടിട്ട് അതങ്ങ് നികത്തും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും പൊങ്ങി വരും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ സ്ട്രാറ്റജി എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, റൂട്ട് കോസ് ഐഡന്റിഫൈ ചെയ്ത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ റിയൽ റീസൺ എന്താണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ആദ്യം ചെയ്യണേ. എന്തുകൊണ്ടാണ് ഇപ്പൊ ചിലര് സെയിൽ കുറയുന്നു, മിക്കവരും ബിസിനസ്സിൽ പറഞ്ഞോ സെയിലൊരു മരവിപ്പാട്, സെയിൽ നടക്കണില്ല, അല്ലെ സ്റ്റാഫ് കൊഴിഞ്ഞു പോകണു, ഇതൊക്കെ പൊതുവെ പറയുന്ന പല കാരണങ്ങൾ. ഇതിന്റെ റീസൺ ശരിക്കും ഐഡന്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് സെയിൽ കുറവ്? ചിലപ്പോൾ ഒരു സിംറ്റം മാത്രമാണ്. സെയിൽ കുറയില് പല കാരണങ്ങൾ, പല സ്ഥാപനത്തിലുള്ള പല വിഷയങ്ങളുടെ ഒരു നമുക്ക് മുന്നിൽ കാണുന്നൊരു സിംറ്റമാണ് സെയിൽ കുറഞ്ഞു എന്നുള്ളത്. ചിലപ്പോൾ അതിൻ്റെ റീസൺ മേ ബി കറക്റ്റായിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടാവും, ചിലപ്പോൾ കൊടുക്കുന്ന സർവീസ് അതിൽ അഭാവം ഉണ്ടാവും, ചിലപ്പോൾ വേണ്ട രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവില്ല ആ പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആളുകളായിരിക്കണം എന്നില്ല ഇത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കണം, അവരുടെ പ്രൊഡക്റ്റ് നോളജിൻ്റെ കുറവുണ്ടാവും. ഇങ്ങനെ പല റീസൺസ് ഉണ്ടാവും. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് വേണം പിന്നെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന കാര്യം, ചിലർ വിചാരിക്കണം ഒരു പരസ്യം ചെയ്താൽ ഇപ്പം തന്നെ പ്രൊഡക്റ്റ് കിട്ടും. അതുമല്ല, പല ഓൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യണം, പല ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് അതിലെ ഏറ്റവും മികച്ച ഓപ്ഷൻ എന്താണെന്ന് കണ്ടെത്തി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അതൊരു സ്ട്രാറ്റജി ആയി മാറുന്നത്. ഇനി കുറച്ചും കൂടെ എളുപ്പത്തിൽ അതിനൊന്ന് പറയുകയാണെങ്കിൽ, ഒരാൾ ചെയ്യേണ്ട കാര്യം ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോബ്ലം ഐഡന്റിഫിക്കേഷന് വേണ്ടി നടക്കേണ്ട ഏറ്റവും നല്ല പ്രക്രിയ എന്ന് പറഞ്ഞാൽ കസ്റ്റമറോട് സംസാരിക്കുക. നമ്മുടെ കസ്റ്റമേഴ്സ് ഇല്ലേ, നമ്മുടെ കുറച്ച് കസ്റ്റമറോട് ശരിക്കും ചോദിക്കുക, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഫീഡ്ബാക്ക് തരാൻ പറയാം. നമ്മുടെ എംപ്ലോയീസിനോട് ചോദിക്കുക, സുഹൃത്തെ നീ എന്നോട് ഇത് വിൽക്കാൻ പറഞ്ഞു, നീ വിൽക്കാൻ നോക്കിയിട്ട് ശരിക്കും നിന്റെ ആക്ച്വൽ ഫീഡ്ബാക്ക് എന്താ. അതുപോലെ ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കും ബിസിനസ്സിലെ, ഇവരോടൊക്കെ നമ്മളൊരു ഫീഡ്ബാക്ക് ഒന്ന് എടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ശരിയായ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
എന്നിട്ട് നമ്മളൊരു സൊല്യൂഷൻ കിട്ടി ചാടി അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെല്ലാ ഓപ്ഷൻസും ഒന്ന് നന്നായി തിങ്ക് ചെയ്യുക. അത് ചെയ്യണതിന് ഒരു മെത്തേഡ് ഉണ്ട്. അതിന് പറയുന്ന പേര് PDCA എന്നാണ്. PDCA സൈക്കിൾ എന്ന് പറയും. PDCA സൈക്കിൾ, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലാൻ ചെയ്യുക. ആദ്യം എടുത്ത് ചാടി എന്തെങ്കിലും പരിപാടി ചെയ്യണൊക്കെ മുമ്പ് ഒരു വ്യക്തമായ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുന്നിട്ട് നമ്മൾ നേരെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം കുറച്ച് കാര്യം ഒന്ന് എടുത്ത് ആദ്യം ഒരു ട്രയൽ അടിച്ച് നോക്കുക. അതാണ് ഡു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് വർക്കൗട്ട് ആവണ്ടോ ഇല്ലയോ. വർക്കൗട്ട് ആവണ്ടെന്ന് മനസ്സിലായാൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെന്ന് നികത്തി പിന്നെ ആക്ഷനാണ്. ഫുൾ ആക്ട് ചെയ്യുക. അതായത് ഫുൾ സിംഗിൽ പിന്നെ പോവുക. അപ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ ഈ സ്ട്രാറ്റജി ഒക്കെ വർക്കൗട്ട് ആവും. അപ്പോൾ രഞ്ജിത് ഭായ് പറഞ്ഞത് നിങ്ങളുടെ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് വേണം അതിന് അനുപാതികമായിട്ടുള്ള സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതും മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ഉണ്ടാക്കി അതിൽ നിന്ന് ഏറ്റവും മികച്ചത് കണ്ടെത്തി വേണം ഇംപ്ലിമെന്റ് ചെയ്യാൻ. അവിടെയാണ് PDCA, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. അല്ലെങ്കിൽ അത് വർക്കൗട്ട് ആവില്ല. ഒറ്റ പരിപാടിയായിട്ട് പോയാൽ ഇടയിൽ ചിലപ്പോൾ വർക്കൗട്ട് ആയില്ലെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പിന്നെ ഒന്നേന്നും പറഞ്ഞ് വീണ്ടും വന്ന് തുടങ്ങണം. 2-3 ഓപ്ഷൻസ് കയ്യിലുണ്ടെങ്കിൽ സ്വിച്ചിങ് എളുപ്പമായിരിക്കും. ഈ സ്വിച്ചിങ് ആണ് പല ബിസിനസ്സുകാർക്കും പറ്റുന്ന പരിപാടി. പാതി വഴിയിൽ കട തുടങ്ങി എല്ലാം കഴിഞ്ഞു ഇന്റീരിയർ ചെയ്ത് എല്ലാ പരിപാടിയും ചെയ്ത് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടാണ് അയ്യോ ഇനി കസ്റ്റമർ എങ്ങനെ വരും ഇങ്ങനെ ആലോചിക്കണവരില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒരു ട്രയലൊക്കെ നോക്കി കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് വരികയാണെങ്കിൽ സ്ട്രാറ്റജിയൊക്കെ വിജയിക്കും. അപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് നന്നായിരിക്കും. അപ്പോൾ എന്നാലും അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും ഇരിക്കാം. താങ്ക് യു.